നേപ്പാളിലെ ഒരു അജ്ഞാത സ്ഥലത്ത് റിംബോച്ച് എന്ന നിഗൂഢ ബാലനെ ഒരു മന്ത്രവാദി തട്ടിക്കൊണ്ടുപോകുന്നു. സ്വയം അജയനാകാൻ കുട്ടിയെ സൂര്യഗ്രഹണത്തിന് മുൻപ് ബലി നൽകാൻ അയാൾ തീരുമാനിക്കുന്നു. കുട്ടിയെ രക്ഷിക്കാനുള്ള ഒരു രക്ഷകന്റെ വരവിനായി സന്യാസിമാർ കാത്തിരിക്കുന്നു. അതേസമയം റിംബോച്ച് മാന്ത്രികന്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെട്ട് കാഠ്മണ്ഡുവിലെത്തുന്നു. പിന്നീട് കേരളത്തിലെ ഒരു ഗ്രാമമാണ് കാണിക്കുന്നത്. അവിടെ അശോകൻ എന്ന ചെറുപ്പക്കാരൻ തന്റെ ബന്ധുവായ അപ്പുക്കുട്ടനുമായി പ്രാദേശിക കളികളിലും മറ്റുമായി മത്സരിച്ച് വിജയിക്കുന്നതായി കാണാം. തന്റെ പ്രതിസൂത വധുവായ ദമയന്തി അശോകനെ സ്നേഹിക്കുന്നുണ്ടെന്ന് അപ്പുക്കുട്ടൻ സംശയിക്കുന്നു. കേരളത്തിൽ താമസിച്ചാൽ ഒരു കൊലപാതകം ചെയ്യുമെന്ന് ഒരു കൈപ്പത്തി വായനക്കാരൻ പ്രവചിച്ചതിനെ തുടർന്ന് അശോകന്റെ അമ്മ അവനെ നേപ്പാളിൽ താമസിക്കുന്ന അമ്മാവനായ ക്യാപ്റ്റൻ കൃഷ്ണൻ മേനോന്റെ അടുത്തേക്ക് പറഞ്ഞേക്കുന്നു. അശോകൻ അറിയാതെ അപ്പുക്കുട്ടൻ നേപ്പാളിലേക്ക് പോവുകയും അവരുടെ അമ്മാവന്റെ മുന്നിൽ അശോകനാണെന്ന് പറഞ്ഞ് അവരുടെ വീട്ടിൽ നിൽക്കുകയും ചെയ്യുന്നു. നേപ്പാളിൽ എത്തിയ ഉടനെ അശോകന്റെ ലഗേജ് കാണാതെ പോകുന്നു. ഇതിനാൽ അയാൾ സ്ഥലമറിയാതെ കഷ്ടപ്പെടുന്നു. അങ്ങനെയിരിക്കെയാണ് ആ സന്യാസിക്കുട്ടിയുമായി അശോകൻ പരിചയത്തിലാവുന്നത്. അവന്റെ ഭാഷ അറിയില്ലെങ്കിലും പരസ്പരം അന്യത്തിലൂടെ അവർ രണ്ടുപേരും സംസാരിക്കുന്നു. ഉണ്ണിയപ്പം പോലെ തല്ലുള്ളവനെ ഉണ്ണിക്കുട്ടൻ എന്ന് പേരിടുകയും ചെയ്യുന്നു. എങ്ങനെയൊക്കെയോ അഡ്രസ്സ് മനസ്സിലാക്കി പിറ്റേ ദിവസം അശോകൻ അമ്മാവന്റെ വീട്ടിലെത്തുന്നു. അശോകനാണെന്ന് പറഞ്ഞ് പരിചയപ്പെടുത്തിയെങ്കിലും അമ്മാവൻ വിശ്വസിക്കാൻ തയ്യാറായില്ല. അപ്പോഴാണ് തന്റെ പേരും പറഞ്ഞ് അവിടെ കൂടിയ അപ്പുക്കുട്ടനെ കാണുന്നത്. അതോടെ കാര്യങ്ങളൊക്കെ അശോകന് മനസ്സിലാവുന്നു. അപ്പുക്കുട്ടനും അമ്മാവനും കൂടി ചേർന്ന് അശോകനെ പുറത്താക്കുന്നു. കുട്ടിമാമയുടെ മകൾ അശ്വതി നേപ്പാളിലെ പാരമ്പര്യങ്ങളിലും ചരിത്രത്തിലും അന്വേഷണം നടത്തുന്ന ഒരു ഗവേഷകയാണ്. അശ്വതിയെ കണ്ട് അശോകൻ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാൻ നോക്കുന്നുണ്ടെങ്കിലും അശ്വതി വിശ്വസിക്കാൻ കൂട്ടാക്കുന്നില്ല. പ്രൊഫസറിൽ നിന്ന് ഇവിൾ സ്പിരിറ്റുകളുടെ ഉത്സവമായ ഗോട്യമങ്ങിനെ കുറിച്ച് അശ്വതി മനസ്സിലാക്കുന്നു. ദുർമന്ത്രവാദികൾ ശക്തി ആർജിക്കുന്നതിനായി പ്രത്യേക പൂജകൾ നടത്തും. ഫോട്ടോഗ്രാഫ്സ് എടുക്കാൻ പറ്റുമോ എന്ന് അശ്വതി ചോദിച്ചപ്പോൾ പുറത്തുനിന്നുള്ളവർക്ക് കാണാൻ കൂടി പറ്റില്ല എന്നാണ് പ്രൊഫസർ പറഞ്ഞത്. അത് കേട്ടപ്പോൾ അശ്വതിക്ക് കൂടുതൽ കൗതുകമായി. അപ്പുക്കുട്ടനെ ഭയപ്പെടുത്താനെത്തിയ അശോകനും ഉണ്ണിക്കുട്ടനും കാണുന്നത് അശ്വതി എവിടേക്കോ ധൃതിയിൽ പോകുന്നതാണ്. അങ്ങനെ അവരും ആ വണ്ടിയിൽ അവളറിയാതെ കയറി. ഉണ്ണിക്കുട്ടനെ കാറിനടുത്ത് നിർത്തി അശോകൻ അശ്വതിയെ ഫോളോ ചെയ്തു പോയി. ആദ്യം അശോകനെ കണ്ട് ഭയന്നെങ്കിലും പിന്നീട് അശ്വതി അശോകൻ പറഞ്ഞതനുസരിച്ച് ഫോട്ടോ എടുക്കാൻ തുടങ്ങി. ലെൻസിലെ റിഫ്ലക്ഷൻ മൂലം മന്ത്രവാദിനി അവരെ കാണുകയും ആക്രമിക്കാൻ പറയുകയും ചെയ്യുന്നു. അവരെറിഞ്ഞ അമ്പിൽ നിന്ന് അശോകൻ അശ്വതിയെ രക്ഷിക്കുകയും തിരിച്ച് അവരെ ആക്രമിക്കുകയും ചെയ്യുന്നു. ഇതുമൂലം അവരുടെ പൂജ മുടങ്ങുന്നു. ആക്രമണത്തിൽ നിന്ന് തന്നെ രക്ഷിച്ചത് മൂലം അശോകനോട് അശ്വതിക്ക് ചെറിയ ഇഷ്ടം തോന്നി തുടങ്ങുന്നു. ഗൂർഖകളെ കൊണ്ട് തലിക്കുമെന്ന് അപ്പുക്കുട്ടൻ അശോകനെ പരസ്യമായി ഭീഷണിപ്പെടുത്തുന്നു. പിന്നെ നീ വിളിച്ചാലോട്ട് വരാൻ ഗൂർഖകൾ നിന്റെ അളിയന്മാരല്ലേ? അതിലൊരുത്തനെ അളിയനായി മന്ത്രവാദികൾ അയച്ച ഗുണ്ടകളെ കണ്ട് അപ്പുക്കുട്ടൻ അയച്ചതാണെന്ന് അശോകൻ തെറ്റിദ്ധരിക്കുന്നു. അവരെ അശോകൻ അടിച്ചോടിക്കുന്നു. ഇതിന്റെ സമ്മാനമായി ഉണ്ണിക്കുട്ടൻ അവനൊരു മാല നൽകുന്നു. ഗുണ്ടകളെ പറ്റി ചോദിക്കാൻ അശോകൻ അപ്പുക്കുട്ടന്റെ അടുത്തെത്തുന്നു. അവർ തമ്മിലുള്ള സംഭാഷണം കേട്ട് അശ്വതിക്ക് ഏകദേശം കാര്യങ്ങൾ മനസ്സിലാവും. താനെടുത്ത ഫോട്ടോസ് നോക്കുന്നതിനിടയിൽ അപ്രതീക്ഷിതമായി അശോകന്റെ ഫോട്ടോസ് കാണുന്നു. ഒരിക്കൽ അശ്വതി അറിയാതെ ഉണ്ണിക്കുട്ടൻ അശോകനും കൂടി എടുത്തതായിരുന്നു ആ ഫോട്ടോ. ഫോട്ടോയിൽ അശോകൻ ധരിച്ച മാല അശ്വതിക്ക് പരിചിതമായി തോന്നുന്നു. തന്റെ ഗവേഷണ പുസ്തകത്തിൽ അതിന്റെ ഡീറ്റെയിൽസ് കൊടുത്തിരുന്നു. ഇത് അശ്വതിയെ ആശയക്കുഴപ്പത്തിലാക്കുന്നു. ഉടൻ അശ്വതി അശോകനെ കാണുകയും ഉണ്ണിക്കുട്ടനെ കുറിച്ച് മനസ്സിലാക്കുകയും ചെയ്യുന്നു. എന്നാൽ ഇതിനിടയിൽ ഉണ്ണിക്കുട്ടനെ മന്ത്രവാദിയുടെ ആൾക്കാർ തട്ടിക്കൊണ്ടുപോകുന്നു. പിന്തുടർന്നെത്തിയ അശ്വതിയെയും അശോകനെയും അവർ ആക്രമിക്കുന്നു. ആ ആക്രമണത്തിൽ അശോകന്റെ കാഴ്ച നഷ്ടപ്പെടുന്നു. ആദിവാസി സമൂഹ തലവൻ അശോകനെ സന്യാസിമാരുടെ അടുക്കലേക്ക് എത്തിക്കുന്നു. തന്റെ കാഴ്ച നഷ്ടപ്പെട്ടതായി അശോകന് മനസ്സിലാകുന്നു. ഒരു മലയാളി സന്യാസിയിൽ നിന്നും കുട്ടിയെ രക്ഷിക്കുക എന്നുള്ളത് തന്റെ നിയോഗമാണെന്ന് അശോകൻ തിരിച്ചറിയുന്നു. ഭാവിയിൽ നിന്ന് അശോകൻ ആയോധന കലകളും മറ്റും പഠിക്കുന്നു. ഉണ്ണിക്കുട്ടനെ രക്ഷിക്കാനായി അശോകൻ മന്ത്രവാദിയുടെ താവളത്തിലേക്ക് പുറപ്പെടുന്നു. മന്ത്രവാദിയുടെ ആളുകളെ അടിച്ചിട്ട് ഉണ്ണിക്കുട്ടനെ രക്ഷപ്പെടുത്തി സന്യാസിമാരുടെ അടുക്കലേക്ക് കൊണ്ടെത്തിക്കുന്നു. റിംബോച്ചയുടെ നേതൃത്വത്തിലുള്ള ചികിത്സയിൽ അശോകന് കാഴ്ച തിരിച്ചു കിട്ടുന്നു.